ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയാണ് കേട്ടോ നമുക്കിന്ന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ തൈര്, കുറച്ച് ചെറുനാരങ്ങ നീര്. ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ മസാല ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ ചിക്കൻ നമുക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു ബൗള് മയോണൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും ഒഴിച്ചിട്ടുണ്ട്. ഇതും അതെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മസാല പരട്ടിയിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് 1-2 മിനിറ്റ് നന്നായി ഇളക്കിയെടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവോള ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കാബേജും തക്കാളിയും കൂടിയും ചേർത്തിട്ടുണ്ട്. അതും 1-2 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കിയെടുക്കുക, അല്ലാതെ വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, അതൊരു 4 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതും കൂടി മിക്സ് ചെയ്യുക. ഇനി ഒന്നും കൂടി ജ്യൂസി ആയിട്ടാണ് വേണം എന്നുള്ളവർക്ക് സോസ് 1-2 ടേബിൾ സ്പൂൺ കൂടിയും കൂടുതൽ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത്രയേ ഒഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരുപാട് നേരം ഇത് മിക്സ് ചെയ്തിട്ട് ഡ്രൈ ആക്കണമെന്നില്ല. ഇപ്പോൾ ഇതാ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ നടുക്കിലേക്ക് ഒരു പാത്രത്തിൽ ചാർക്കോള് കത്തിച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പാത്രം മൂടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ നമുക്കൊരു തന്തൂരി ഫ്ലേവറിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. മസാലയും ഏകദേശം തന്തൂരി ഫ്ലേവറിലുള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതൊരു ബൗൾ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി 2 മുട്ട എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡിൽ ഇത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഓയിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ എല്ലാ ബ്രെഡും ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് അതിനൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ അത് ഏകദേശം ലൈറ്റ് ബ്രൗൺ നിറമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ ബ്രെഡിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഫില്ല് ചെയ്തെടുക്കണം. ഞാൻ അതിൻ്റെ മുന്നേ കുറച്ച് ക്യാരറ്റ് സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ ആദ്യം ചിക്കൻ്റെ പോക്കറ്റ് ഷവർമയുടെ ഉള്ളിലേക്ക് ആദ്യം ഫ്രഞ്ച് ഫ്രൈ വെച്ചു. എന്നിട്ട് 2 ക്യാരറ്റിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചീസിൻ്റെ സ്ലൈസൊക്കെ വെക്കാം. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ള പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.